കുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീകൃഷ്ണൻകുട്ടി, താങ്കൾ കുമാരനാശാൻ ഈ കവിത എഴുതുന്ന ദുരവസ്ഥ എഴുതുന്ന കാലത്തിൽ നിന്ന് ഒട്ടേറെ കേരളം മാറിയെങ്കിലും ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ തന്നെ നിൽക്കുകയാണോ കേരളത്തിൻ്റെ ചില സ്ഥലങ്ങളിലെങ്കിലും? അങ്ങനെ മാറിയെന്ന് പറയാൻ വയ്യാത്ത ഒരവസ്ഥയാണ് നമ്മളിപ്പോ പല സംഭവങ്ങളിലൂടെ കാണുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പട്ടികജാതിക്കാരൊക്കെ ഈ സവർണറുടെ വീട്ടിൽ ജോലിക്കും ചെന്ന് കഴിഞ്ഞാല് അവരുടെ മുറ്റത്തൊരു കുഴി കുത്തി അതിനകത്ത് ഇലയൊക്കെ വാട്ടിയിട്ട് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മുറ്റം എന്റെ വീടിനടുത്തുണ്ട്. ഞാൻ ആ മുറ്റത്ത് ചെല്ലുമ്പോൾ ഞാൻ ആ മൂലയ്ക്കോട്ട് നോക്കും, ഇങ്ങനെയാണല്ലോ ഈ മുറ്റത്ത് നടന്നതെന്ന് ഓർക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതിന് ശേഷം കുറെ ഇടക്കാലത്ത് വളരെ കുറവായിരുന്നു. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ കൂടുതൽ സ്ട്രോങ് ആയിരുന്ന കാലത്തും ഒക്കെ ഈ സ്വാശ്രയ സംഗതികൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനം വളരെ വളരെ ചുരുക്കമായിട്ടേ നടക്കുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ തൊഴിലിടങ്ങളിലൊക്കെ വനിതകൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാല് അല്ലെങ്കിൽ അവരോട് വിവേചനം കാണിച്ചാൽ അത് നോക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയും സമിതിയൊക്കെ ഇപ്പോൾ നിയമപരമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ SC/ST ആൾക്കാരോട് എന്തെങ്കിലും കാണിച്ചാൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു സമിതി ഇല്ല, ഒരിടത്തും ഇല്ല. ജോലി സ്ഥലങ്ങളിലും ഇല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് SC/ST കമ്മീഷൻ ഉണ്ട്, SC/ST അട്രോസിറ്റീസ് ആക്ട് ഉണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ ദുർബലമാണ്. ഇതിന്റെ പേരിലൊക്കെ നടപടി എടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അക്കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് തലത്തില് ഇതൊക്കെ അന്വേഷിക്കുന്ന കാര്യങ്ങളും അത്ര തൃപ്തികരമായിട്ട് കണ്ടിട്ടില്ല. ഇതുവരെ നടന്ന സംഭവങ്ങളിലൊന്നും മാതൃകാപരമായ ശിക്ഷയോ അല്ലെങ്കിൽ ആൾക്കാർ പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സവർണ രാഷ്ട്രീയത്തിന് മേൽക്കൈ കിട്ടുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ BC-മാരെയും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വലിയ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും പ്രൊഫസർമാരും ഒക്കെയും സവർണ ജാതിയിൽപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷവും. SC/ST ആൾക്കാർക്ക് പ്രാതിനിധ്യം വളരെ കുറവാണ്. ഇതൊക്കെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാലം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിക്കണം, സംഘടനകൾ ശ്രദ്ധിക്കണം. പിന്നെ ഓരോ സംഘടനയ്ക്ക് SC/ST വിഭാഗത്തിന് വേണ്ടി അവർക്കൊരു മോർച്ചയുണ്ട്. ഇപ്പൊ ദളിത് മോർച്ച എന്നൊക്കെ പറഞ്ഞ പോലെ സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം ദുർബലമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പോയാൽ പോരാ. കേരളത്തിന് നാണക്കേടാണ്. കേരളം ഇങ്ങനെയൊന്നും ആയാൽ പോരാ. അതാണ് പറയാനുള്ളത്. ശരി, തങ്ങളുടെ വാക്കുകൾ വളരെ ശക്തമാണ്. എപ്പോഴും അർഹമായ പ്രാതിനിധ്യം SC/ST വിഭാഗത്തിന് പല മേഖലകളിലും കിട്ടിയിട്ടില്ല എന്നുള്ളത് സാമൂഹിക യാഥാർത്ഥ്യം കൂടിയാണ്. അനഖയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ അനഖ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴും ഈ ജാതി വറിയന്മാരായ ആളുകൾ അധ്യാപകരായി തുടർച്ചയായി ക്യാമ്പസുകളിൽ തുടരുന്ന അവസ്ഥ ഉണ്ടാവുന്നു? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ സാധനം എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ എനിക്ക് ഇതുപോലെ അധ്യാപകരിൽ നിന്നും ജാതി അതിശയം അല്ലെങ്കിൽ കൂടിയും ഒരു അധ്യാപികയിൽ നിന്നും വളരെയധികം മോശമായ അനുഭവം 2ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഇപ്പം ഞാൻ എന്റെ പാരന്റ്സിനൊക്കെ പറയുമ്പോൾ അവര് പറയും എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല. അപ്പം ഞാനിതിൽ 90% എന്റെ കുറ്റം തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് കേൾക്കുന്ന പാരന്റ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ ടീച്ചറിൽ നിന്നോ ഈ പറയുന്ന ആരിൽ നിന്നാണെങ്കിലും മെന്റൽ ടോർച്ചർ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് പറയാം. ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം അത് തന്നെയായിരുന്നു. കാരണം വളരെ നോർമൽ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു ടീച്ചർ എന്നെ 2ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ എന്നെ ടോർച്ചർ ചെയ്തതിന് കൈയും കണക്കുമില്ല. എനിക്കിപ്പോ 26 വയസ്സായി. ഞാൻ ഇന്നും ആ ഒരു ഇൻസിഡന്റ് ഓർത്ത് എന്റെ ജീവിതത്തിൽ ഒരുപാട് ടീച്ചർമാർ മാറി വന്നിട്ടുണ്ട്. പല ടീച്ചർമാർ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും എന്റെ മൈൻഡില്ല. പക്ഷെ ഈ സ്ത്രീയെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം സാറിനറിയാവും, വളരെ തെറ്റായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഈ സ്ത്രീ എന്നെ ഒന്ന് ആലോചിച്ചോണ്ട് 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എന്റെ പ്രായം എത്രയെന്ന് ആലോചിച്ച് നോക്കണം. എന്നെ ദ്രോഹിച്ചതിനും കൈയും കണക്കുമില്ല. പരീക്ഷ അവരെന്നോട് പല്ല് കടിക്കാതെ സംസാരിക്കത്തില്ലായിരുന്നു ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. കാരണം അവര് ഒരു എബ്രോഡിലോ മറ്റോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളാണ് തോന്നുന്നു അവർ ആദ്യത്തെ ബാച്ച്. അവര് ഇങ്ങനെ നമ്മൾ കൊച്ചു പിള്ളേര് ഡൗട്ട് ചോദിക്കുമ്പോ ഇവര് ക്യാന്നാ തിരിച്ചു പറയുന്നത്. അപ്പം നമ്മളൊന്നും ആ സമയത്ത് ഹിന്ദി ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. അപ്പം ഇവരിങ്ങനെ സംസാരിക്കുമ്പം എന്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു ഇവരെന്ത് ഇങ്ങനെ സംസാരിക്കും. പിള്ളേർക്കൊരു കൗതുകമാണ്. അപ്പൊ പിറ്റേ ദിവസം ഇതേ സുഹൃത്ത് തന്നെ ചെന്ന് അവരുടെ അടുത്ത് വിളമ്പി കൊടുത്തു. ഞാൻ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഭയങ്കര ആരോടും അങ്ങനെ സംസാരിക്കോ, ഞാൻ തറ നോക്കി നടക്കുന്ന ഒരു ആള്. അപ്പൊ എല്ലാവരും ചോദിക്കും പറയും സംസാരിക്കാത്ത കൊച്ചാണോ എന്നിങ്ങനെ. അങ്ങനെ ആയിരുന്നു എന്റെ ഒരു ഐഡന്റിറ്റി പോലും. ഇതിന്റെ പേരില് അന്ന് തൊട്ട് ഈ സ്ത്രീക്ക് എന്നോട് തുടങ്ങിയ വൈരാഗ്യത്തിനും കൈയും കണക്കുമില്ല. ഞാൻ എഴുതിക്കൊണ്ടുവന്ന പേപ്പർ ചുരുട്ടി കളയാ, ടെസ്റ്റ് പേപ്പറിൽ ഇടുമ്പം 2ാം ക്ലാസ് ആണെന്ന് ഓർത്തു നോക്കണം. ഒരു 7-8 അല്ല 2ാം ക്ലാസ് തൊട്ട് തുടങ്ങിയൊരിതാണ്.
ഒരു ദിവസം ഇതുപോലെ കോറിഡോറിൽ വന്നു കഴിഞ്ഞാൽ പല്ല് കടിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള ബോഡി ഷെയ്മിങ്, ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് വെച്ച് ഇതേപോലെ ഒരു ചോക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ചോക്ക് എടുത്തിട്ട് തിരിഞ്ഞപ്പം ഈ സ്ത്രീ ആ ക്ലാസ്സിലുള്ള അത്രയും പിള്ളേർ വെച്ച് പറയാം, താൻ എന്തോടെ മുഖം കൊണ്ട് ആക്ഷൻ കാണിച്ചു. നമ്മൾ ടീച്ചറെ, ഞാൻ ആക്ഷൻ കാണിക്കാൻ ടീച്ചർ കണ്ടോ? ടീച്ചർ കണ്ടെങ്കിൽ ടീച്ചർ പ്രിൻസിപ്പളോട് പറയും, ഈ സ്കൂളിൽ എല്ലാവർക്കും എന്നെ അറിയാം, എന്നെ പറ്റി ടീച്ചറിനെ ഒഴിച്ച് ബാക്കി ഒരു ടീച്ചേഴ്സിനും ഒരു കംപ്ലൈന്റും കാണത്തില്ല. ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പൊ എന്റെ പേരൻസ് പറയും ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഇതുപോലുള്ള ദൈവത്തെ നിങ്ങളെ പാരന്റ്സിനോട് പറയാം. പിന്നെ എന്നെ പോലെ ഈ വന്നിട്ട് ഇത്രയും നാൾ നടന്നു, ഇപ്പോഴും ഇത്രയും നാൾക്കിടയിൽ ഞാൻ ഇത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ട്രോമ അത്രയും വലുതാണ്. ശരി, ഇങ്ങനെ പലപ്പോഴും അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് അതിക്രൂരമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന് അത് ജീവിതത്തിൽ വലിയ ട്രോമയായി മാറുകയും പിന്നീട് അവരുടെ ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ ബാധിക്കുന്ന അവസ്ഥ പല കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. തങ്ങളൊരു മോശക്കാരാണ് എന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവാനൊക്കെ ഇത്തരം അവസ്ഥ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും അവർ ജീവിതത്തിൽ പിന്നീട് വലിയ നിലയിലെത്തിയാൽ പോലും ആ ചെറുപ്രായത്തിലുണ്ടായ അവരുടെ മാനസിക ആഘാതം, അതിൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവ് ഉള്ള പല ആളുകളെയും നമുക്ക് നേരിട്ടടക്കം അറിയാം. അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട്. ഇതിനെയൊക്കെ വെറുതെ വിട്ടുകളയുക, പോട്ടെ എന്ന് പറയുകയല്ല, ഇതിനെതിരെ തീവ്രമായി തന്നെ പ്രതികരിക്കുക തന്നെയാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ ശ്രീമതി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, താങ്കൾക്ക് പറയാം. സാറേ, ഈ അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുക എന്നൊരു പേപ്പർ ഉണ്ട് അങ്ങ് പഠിക്കാനായിട്ട്. അപ്പൊ എനിക്കറിയില്ല എന്ത് മനോനിലയാണ് ഈ മനുഷ്യനെന്നുള്ളത്. ഒരു കുഞ്ഞിനെ മനസ്സിലാക്കാതെ അവന്റെ ജാതി, അവന്റെ കുലം, അവന്റെ ഗോത്രം ഇതൊക്കെ തേടിപ്പോണ ഇവനെയൊക്കെ അധ്യാപകൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ ഒരു മാന്യതയുള്ള വാക്കാണ് സാർ അധ്യാപകൻ എന്ന് പറയുന്നത്. ചിലർക്ക് ഈ ജാതി വെറി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സ്വയം ചിന്തിക്കും, ഞങ്ങളുടെ ജാതി എന്തോ മഹത്തായ ജാതിയാണ്, മറ്റ് ജാതികളൊക്കെ ഞങ്ങളെക്കാൾ എന്തോ താഴ്ന്ന ജാതിക്കാരാണ് എന്ന് അവരങ്ങ് സ്വയം ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ, വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള ആളുകളടക്കം അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് ശരിയാണ് സാർ. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്കൊക്കെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അതായത് കുടുംബത്തിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുവന്ന് ഈ പിള്ളേരുടെ നെഞ്ചത്തോട്ട് കയറുന്ന ഒരു പതിവ് ഇതിൽ 90% പേർക്കും ഉണ്ട് സാർ. ഇതില്ലാന്ന് പറയാൻ പറ്റില്ല അങ്ങ്. കാരണം വീട്ടിലെ ഇഷ്യൂസ് ഇവനൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഇവന്റെ കുടുംബത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ അവിടെ വെച്ചിട്ട് അല്ലാതെ സാർ നിന്റെ ഇന്ന് പല കുട്ടികളും സംസാരിക്കുന്നപ്പോഴത്തേക്കും പിന്നെ ഒരു അഭിമാനം തോന്നിയതാണ് സാർ. ഇന്നലെ വരെ പ്രതികരിക്കാതിരുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പ്രതികരിച്ചു. അപ്പൊ അത് തന്നെ നമുക്ക് വളരെയധികം, അല്ലെ ഇന്നലെയൊക്കെ നമുക്ക് ആകെ ഒരു ആദ്യമായിരുന്നു. കാരണം ഈ കുട്ടികൾ മൊഴി കൊടുക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ. പക്ഷെ ഇന്നെന്തായാലും നമുക്കൊരു മനസ്സിനൊരു സമാധാനം തോന്നും സാർ. കാരണം ആ കുഞ്ഞുങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോഴേ. ഇത് മാത്രമല്ല സാറ്, ഈ നിരന്തരം പരാതി കൊടുത്തിട്ടും ഈ പ്രിൻസിപ്പാൾ ആണെങ്കിൽ വെറും താക്കീതും കൊടുത്തു, സസ്പെൻഷനിൽ ഒതുക്കി ഇവനെ. അപ്പൊ അതിന്റെ ഒരു ഇരയായിട്ടാണ് ഈ പാവപ്പെട്ട ആ ഒരു കുഞ്ഞ് സാർ 2 വർഷം കഠിനാധ്വാനം ചെയ്ത് ഒരു കുഞ്ഞ് അഡ്മിഷൻ നേടണമെങ്കിൽ സാറേ, എനിക്ക് ആ പ്രായത്തിലുള്ള എന്റെ മൂത്ത മോൻ ആ പ്രായമുള്ള കുഞ്ഞാണങ്ങ്. അപ്പൊ അവൻ ഇതുപോലെ തന്നെ 1 വർഷം ഡ്രോപ്പ് എടുത്ത് ഇരുന്ന് പഠിച്ചിട്ട് ഒരു കോച്ചിങ് സെന്ററിലും പോകാതെ പഠിച്ചിട്ടാണ് അഡ്മിഷൻ എടുത്തത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഉറക്കോളച്ചിരുന്ന ആ കൊച്ചു പഠിച്ചതിന്റെ ആ ബുദ്ധിമുട്ടും അവന്റെ അധ്വാനവും ഉണ്ട്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു കുഞ്ഞിന്റെ ഇന്നത്തെ അവസ്ഥ ഓർക്കുമ്പോഴത്തേക്കും പിന്നെ ആ കുട്ടിയുടെ ജീവിത സാഹചര്യം തന്നെ, അച്ഛൻ ഒരു കൂലി ജോലി ചെയ്യുന്ന ആൾ, അമ്മ ഒരു തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന, അത്രത്തോളം വലിയ ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. അത് എത്രത്തോളം മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ആ കുട്ടിയുടെ അധ്വാനം അതിനേക്കാളും വലുതാണ്. ആ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ആ കുട്ടി പഠിച്ച് അവിടെ BDS അഡ്മിഷൻ വാങ്ങിയത്. നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്ത വിഷമം സാർ. അത്രയും മനസ്സിന് ധൈര്യമുള്ളൊരു കുഞ്ഞ് ഇത് ചെയ്യുമോ എന്നാണ് സാർ സത്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. കാരണം ആ കുഞ്ഞ് സൂയിസൈഡ് ചെയ്തതാണോ അല്ലെ മറ്റെന്തെങ്കിലും ആ കൊച്ചിന് സംഭവിച്ചതാണോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുവാണ് അങ്ങ് സാർ. ഇത് നമ്മളിപ്പോ ഒരാഴ്ചയോ അല്ലെങ്കിൽ 1.5 ആഴ്ചയോ കൊണ്ട് ശ്രീജയുടേത്. ശ്രീനാഥാണ് കൊല്ലത്തു നിന്നും. ശ്രീനാഥിന് എന്ത് തോന്നുന്നു, ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിലരെങ്കിലും അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ക്യാമ്പസുകളിൽ പല സ്ഥലങ്ങളിലും ഇത്തരം ജാതി വെറിയും നിറത്തിൻ്റെ പേരുള്ള ആക്ഷേപവും അധ്യാപകർ ഒരുമാതിരി ഗുണ്ടകളെ പോലെ മാനേജ്മെൻറ്റും ഒക്കെ പെരുമാറുന്ന കോളേജുകൾ, അച്ചടക്കം എന്ന് പറഞ്ഞ പേരിൽ കുട്ടികളെ അടിച്ചമർത്തി നിർത്തുന്ന കോളേജുകൾ ഒക്കെ ഇപ്പോഴും ഉണ്ട്. ശ്രീനാഥിൻ്റെ ടെലിഫോണും തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ശശി, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ വിളിച്ചത് എനിക്ക് പറയാനുള്ള സാറേ, ഇത് എല്ലാ മേഖലകളിലും ഉണ്ട്. ഇത് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്, ഇത് കോളേജുകളിലും സ്കൂളുകളിൽ മുതലേ ഉണ്ട് സാറേ. കൃത്യമായിട്ട് ഉള്ളതാണിത്. ഇത് പറഞ്ഞോളൂ. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ തോമസ് ആണ് പാലയിൽ നിന്നും.
ശ്രീ തോമസ്, ഇതെല്ലാം നമ്മൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കി എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ ക്യാമ്പസുകളിൽ പോലും സാധാരണ ഈ ഏറ്റവും ചെറുപ്പക്കാരായ ആളുകൾ, അത് ഒരു കൗമാരം ഒക്കെ കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ യൗവനത്തിലേക്ക് കടക്കുന്ന ആളുകളൊക്കെ പഠിക്കുന്ന ക്യാമ്പസുകളിലാണ് അനീതി കണ്ടാൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത്. സ്വന്തമായിട്ടൊരു അനീതി കാണുമ്പോഴല്ല, കൂടെ നിൽക്കുന്നവൻ അനീതി നേരിട്ടാൽ പോലും പ്രതികരിക്കുന്ന പ്രായമാണ്. ആ പ്രായത്തിലെ കുട്ടികളാണ് പ്രതികരിക്കാതെ നിൽക്കേണ്ടി വരുന്നത്. ഇപ്പോൾ അവസാനം ഗതികെട്ട് അവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകളൊക്കെ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ഇത് കേട്ടുകൊണ്ട് ഇത്ര കാലം എന്തിനിരുന്നു എന്ന് പോലും ചോദിക്കാൻ തോന്നിപ്പോകുന്നു. അത്ര ഒരു അവസ്ഥയിലാണോ നമ്മുടെ പല ക്യാമ്പസുകളും? എനിക്ക് അച്ഛനമ്മമാരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങള് കൃഷ്ണപ്രിയയുടെ അച്ഛനാകൂ. നിങ്ങളല്ലാണ്ട് ഒരു കാരണവശാലും നിയമപരമായി പോയിട്ട് ഈ സർക്കാർ നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരില്ല. നിങ്ങൾ കൃഷ്ണപ്രിയയുടെ അച്ഛനാവൂ, കൊന്നുകളയൂ, നേരിട്ട് പോയി കൊന്നുകളയൂ. ഒരു കാരണവശാലും നിയമം നിങ്ങളെ രക്ഷിക്കില്ല. അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക. ഞങ്ങൾ SFI ഒക്കെ ഉള്ള കാലത്താണ്, ഞങ്ങൾ അവിടെ രാഷ്ട്രീയമുള്ള കാലത്താണ്, ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങളൊരു 3 ദിവസം അവന് വെള്ളം പോലും കൊടുക്കാതെ അവനെ കൊന്നേനെയും. ഞങ്ങളുടെ ഏരിയല്ലേ നഷ്ടപ്പെട്ടു പോയത്. ഇവരത് കളഞ്ഞില്ലേ ഈ അധ്യാപകർ? ഞങ്ങളുടെ ഒരു ഏരിയ നഷ്ടപ്പെട്ടു. ഞങ്ങളാണ് അവന് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ, വസ്ത്രം ധരിപ്പിക്കാതെ അവനെ ആക്ഷേപിച്ചു കൊന്നേനെയും. കൃഷ്ണപ്രിയയുടെ അച്ഛനാവൂ, കൃഷ്ണപ്രിയയുടെ അച്ഛനാവൂ നിങ്ങൾ. മാതാപിതാക്കളോട് ശ്രീ തോമസ്, അതൊരു ശരിയായ ഒരു ആഹ്വാനമല്ല. ഞങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് എന്തായാലും അത് നമ്മളുടെ സമൂഹത്തിന് യോജിക്കുന്ന ഒന്നല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.